പൊതു വ്യക്തി നിയമത്തിനെതിരായ പ്രക്ഷോഭം ശക്തമാക്കാൻ കോൺഗ്രസിന്റെ തീരുമാനം. പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകാൻ ബുധനാഴ്ചത്തെ നേതൃയോഗം ചേരും. വി അരുൺ വിവരങ്ങളുമായി അല്പസമയത്തിനുള്ളിൽ ചേരും. ഈ വിഷയത്തിനകത്ത് കോൺഗ്രസ് ആശയക്കുഴപ്പത്തിലേക്ക് കടക്കുകയാണെന്ന് CPM ആരോപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, CPMുമായി യോജിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? ഏത് രീതിയിലുള്ള ഒരു പ്രക്ഷോഭ പരിപാടികൾക്കാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്? CPMുമായി യോജിച്ച് ഒരു പ്രക്ഷോഭത്തിനും കോൺഗ്രസ് തയ്യാറാകില്ല എന്ന് ഉറപ്പാണ്. ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഉയർന്ന വലിയൊരു ആക്ഷേപം ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ കോൺഗ്രസിന് കൃത്യമായ നിലപാടില്ല. ഓരോ സംസ്ഥാനത്തും ഓരോ നിലപാടാണ്, ഓരോ നേതാക്കൾക്കും ഓരോ നിലപാടാണ്. ഈ കോൺഗ്രസിന്റെ അഴകുഴമ്പൻ സമീപനത്തിനെതിരെ സമസ്ത അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. മുസ്ലിം ലീഗ് അതിൽ നീരസമുണ്ട തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 10-ാം തീയതി UDF യോഗം ചേരുമ്പോൾ അക്കാര്യം യോഗത്തിൽ അറിയിക്കുമെന്ന് ലീഗ് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അതിന്റെ ഒരു രാഷ്ട്രീയ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് CPM ആകട്ടെ ഇത് കോൺഗ്രസിനെതിരെ വലിയ ആയുധമായി ഉപയോഗിക്കുന്നു. CPMന്റെ കീഴിൽ അവരുടെ മുന്നണിയുടെ ബാനറിൽ എല്ലാവരും ഈ സമരത്തിന് അണിനിരക്കണമെന്ന് ആഹ്വാനം അവർ രംഗത്ത് വന്നിരുന്നു. എല്ലാവരെയും സഹകരിപ്പിക്കും, ലീഗിനെ പോലും സഹകരിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ സാഹചര്യം മനസ്സിലാക്കിയാണ് ഇപ്പോൾ കോൺഗ്രസ് അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത്. ബുധനാഴ്ച കോൺഗ്രസ് നേതൃയോഗം ചേരും. രാജ്യത്തെ വർഗീയമായി ചെയ്തിരിക്കാൻ BJP രൂപം കൊടുത്ത ഏകീകൃത സിവിൽ കോഡിന്റെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്കാണ് KPC ആലോചനയെന്ന് വാർത്താക്കുറിപ്പിൽ KPC അധ്യക്ഷൻ പറയുന്നു. KPC ഭാരവാഹികൾ, MPമാർ, MLAമാർ, DCC പ്രസിഡന്റുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പോഷക സംഘടനകളുടെ അധ്യക്ഷന്മാർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന വിപുലമായ നേതൃയോഗമാണ് ബുധനാഴ്ച ചേരുക. ഏകീകൃത സിവിൽ കോഡിനെതിരെ ACCക്കും KPCക്കും ശക്തമായ നിലപാടുണ്ടെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. ഏകീകൃത സിവിൽ കോഡ് വരുമെന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ ഇതൊരു ഇലക്ഷൻ കോഡാണെന്ന് അവർ പരിഹസിക്കുന്നു. മോദി സർക്കാർ നിയോഗിച്ച ലോ കമ്മീഷൻ ഇതിനെതിരെ രംഗത്ത് വന്നെങ്കിൽ ആ ലോ കമ്മീഷൻ നിലപാടൊക്കെ ഈ വാർത്താക്കുറിപ്പിൽ എടുത്തു പറയുന്നു. ഏതായാലും യൂണിഫോം സിവിൽ കോഡിനെതിരെ, ഏകീകൃത സിവിൽ കോഡിനെതിരെ എല്ലാ ജനവിഭാഗങ്ങളെയും അടിനിരത്തിയുള്ള പോരാട്ടത്തിന് കോൺഗ്രസ് നേതൃയോഗം രൂപം കൊടുക്കുമെന്ന് ഇപ്പോൾ സുധാകരൻ അറിയിക്കുന്നു. CPM ഇതിലൊരു മേൽക്കൈ എടുക്കുമെന്ന ബോധ്യമുണ്ടായപ്പോൾ, അത്തരമൊരു ധാരണ വന്നപ്പോൾ തന്നെ കോൺഗ്രസ് വളരെ വേഗം വിഷയത്തിൽ ഇടപെടുകയാണ്. അവരും നേതൃയോഗം വിളിച്ച് സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ്. കോൺഗ്രസിന്റെ നേതൃയോഗം മറ്റന്നാൾ നടക്കും. വി അരുൺ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.